ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിക്കുട്ടനുമായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോവാണ്. 6 മന്തിൻ്റെ. എന്തി ഹലോ ഹലോ ഹായ് ഇവിക്കുട്ടൻ എന്തിയേ? മമ്മീസ് ലിറ്റിൽ ബോയ്. ബാക്ക് എടുത്തോ. ഓക്കെ, ഇവിക്കുട്ടനെ നമ്മൾ ഇവിക്കുട്ടൻ്റെ സീറ്റിലിരുത്താൻ പോവാണ്. നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ ജനലടയ്ക്കാൻ മറന്നുപോയി. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിക്കുട്ടൻ താണ്ടെ ഇവിടെ സീറ്റിലിരിപ്പുണ്ട്. ഇവിക്കുട്ടൻ്റെ വാപ്പി വണ്ടി ഓടിക്കുന്നു. ഞങ്ങൾ അപ്പോൾ ഇറങ്ങി. നമ്മൾ ഇപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും അല്ല, കുറച്ച് ബലൂണൊക്കെ മേടിക്കണം. എന്നിട്ട് നമ്മളിവിടെ അടുത്തൊരു പാർക്കിൽ പോയിട്ട് എന്താണ് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ആ കേക്ക് വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞൊരു ഫോട്ടോഷൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫോട്ടോഷൂട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മനൂസ് ഫോട്ടോഗ്രാഫി വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഡേറ്റ് ചോദിച്ചായിരുന്നു, പക്ഷേ ആളിപ്പം ഭയങ്കര ബിസി ഷെഡ്യൂളിലായതുകൊണ്ട് ഇന്ന് നമുക്ക് ഡേറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ദിവസം മനൂസ് ഫോട്ടോഗ്രാഫീനെ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു ഫോട്ടോഷൂട്ട് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഇപ്പം സനൂപ് വരുന്നുണ്ട്, നമ്മുടെ നിഖിൽ ചേട്ടനും ലൂസിയും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ആയിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട്. ആൻ ചിലപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൂക്കായും ആനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് നമ്മളിവിടെ പാർക്കിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ താണ്ട പാർക്കെത്തി. ലൂസിയും സനൂപും ഇക്കയും കൂടി ചേർന്ന് ബലൂണൊക്കെ സെറ്റാക്കുവാണ്. യുവിക്കുട്ടൻ താണ്ട എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആളിതെല്ലാം അന്തം വിട്ട് നോക്കിയിരിക്കുക ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ചെറിയൊരു മണ്ടത്തരം പറ്റി. നമ്മൾ ഹൈഡ്രജൻ ബലൂൺ മേടിക്കുന്നതിന് പകരം നോർമൽ ബലൂണായിരുന്നു കേട്ടോ മേടിച്ചത്. അപ്പം അവിടെ ഭയങ്കര കാറ്റായിരുന്നത് കൊണ്ട് ബലൂണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. യുവിക്കുട്ടൻ എന്താ ലൂസിയാൻ്റെ ആയിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു, ഇക്ക ബലൂൺസൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മളിത് ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ലൈക്ക് മിനിമലായിട്ട് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു എല്ലാം. പിന്നെ കേക്ക് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് കേട്ടോ. അത് പീറ്റർ റാബിറ്റിൻ്റെ തീമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തീം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആ പീറ്റർ റാബിറ്റും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ താണ്ട ഇവിടെ വീടിനടുത്തുള്ളൊരു ചെറിയ പാർക്കിൽ, അത്യാവശ്യം വലിയൊരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് കരുതി. പക്ഷേ നമ്മുടെ അവസ്ഥ ഇപ്പം ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ആള് പല കുടിച്ച് ഉറങ്ങിപ്പോയി. ഇനി നമ്മൾ എങ്ങനെ ഫോട്ടോ എടുക്കും? നമ്മളിനി എന്ത് ചെയ്യും വല്ലയ്യ? ഞാൻ വീട്ടിൽ വെച്ച് എത്ര വട്ടം പറഞ്ഞപ്പോ എന്നെ നീ ഒന്ന് ഉറങ്ങും. അപ്പോൾ ഉറങ്ങാണ്ട് പാർക്കിൽ വന്നിരുന്ന് അവൻ ഉറങ്ങുവാണ്, പാലും കുടിച്ചുറങ്ങുവാണ്. ഡ്രോൺ പറപ്പിക്കാൻ സനൂപ് ചേട്ടൻ ഒന്ന് നോക്കും, ഒരു ക്യാമറയിൽ നോക്കി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറയും. ഹലോ. നമ്മൾ അവിടുന്ന് ഇതെല്ലാം മാറ്റിയിട്ട് ഇങ്ങോട്ടേക്കാക്കിയാലോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല, ആള് ഉറക്കമാണ്. എന്തെങ്കിലും നടപ്പ് വശമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണരുമെന്ന്. ഇതിപ്പോൾ ഉറങ്ങുന്ന സമയമായി. നമ്മളിപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. 5:30 ആയി. ഇപ്പം വൈകിട്ട് 5:30 ആയിട്ടുണ്ട് ഗൈസ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ഭയങ്കര ക്ലിങ്ങിയാണ് എന്നും. ആ ഒരു സമയം ആയതുകൊണ്ട് ഫോട്ടോയിലൊന്നും ഒട്ടും സഹകരിക്കുന്നില്ല.
നല്ല രസമുണ്ടല്ലോ അവിടെ. ഫ്രണ്ടിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചേച്ചി ഹാപ്പി മോനെ. യുവിക്കുട്ടനെ മാക്സിമം വാപ്പി ഉണർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ യുവിക്കുട്ടന് ഒരു രക്ഷയുമില്ല. കഷ്ടം എൻ്റെ കുഞ്ഞ്. എങ്ങനെ ആക്കിയിട്ട് ഉറക്കം പോകുന്നില്ലേ ഉച്ചോടാ? ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലല്ലോ, അതായിരിക്കും. പൊന്നാ ഇങ്ങോട്ട് നോക്കിയേ. ഹായ്, ഇത് നോക്കിയേ. എന്തോ നോക്കിയേ കുഞ്ഞുസേ. നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ അവനെ ഉണർത്തിയെടുത്തിട്ടുണ്ട്. പിന്നീടുള്ള കഷ്ടപ്പാടൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി. ആൾ ചിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് 1-2 ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആളങ്ങ് ഓണായി, ഹാപ്പിയായി, ചിരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. പിന്നെ ഞാൻ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതിക്കാണ് ക്യാമറയൊക്കെ വെച്ചിട്ട് ഭയങ്കര വലുതായിട്ട്. അങ്ങനെയല്ല, നമ്മളെ ഫോണിൽ തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കുറച്ച് നല്ല ഫോട്ടോസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് നമ്മളങ്ങനെ ക്യാമറയൊന്നും എടുക്കാതെ ഫോണിൽ തന്നെ എടുത്തതാണല്ലോ.